ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 830 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള യോഹന്നാൻ 12 അധ്യായം 26 തിരുവചനമാണ്. എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് മാനിക്കും. പ്രിയമുള്ളവരെ, ശുശ്രൂഷിക്കുന്നവരെക്കാളും ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായി തോന്നുകയാണ്. നമ്മളൊക്കെയും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് എന്ന് അഭിമാനം കൊള്ളുന്നവരല്ലേ? എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മൾ ആരെയാണ് ശുശ്രൂഷിക്കുന്നത്? നമ്മൾ കർത്താവിനാണ് ശുശ്രൂഷ ചെയ്യുന്നത് എങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരൻ ഇരിക്കുമെന്നും ഞാൻ ചെയ്യുന്നതൊക്കെയും എന്നെ ശുശ്രൂഷിക്കുന്നവൻ ചെയ്യുമെന്നും എന്നെ അനുഗമിക്കുന്നവരിൽ എന്നെ കാണുവാനായിട്ട് കഴിയുമെന്നുമൊക്കെയാണ് കർത്താവ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത്? കർത്താവിനെയാണോ അതോ ലോകത്തെയാണോ? ലോകത്തിൽ ഉള്ളതിനെയാണോ? കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരെയാണ് സ്വർഗസ്ഥനായ പിതാവ് മാനിക്കുന്നത് എന്ന് വചനം പറയുമ്പോൾ, ഈ ലോകത്തെക്കാൾ ഉപരിയായി കർത്താവിന് സ്ഥാനം നൽകിക്കൊണ്ട് കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാകും. പ്രിയമുള്ളവരെ, നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ആഴത്തിൽ അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ ശുശ്രൂഷകരായി മാറുവാനും ഞങ്ങളെയൊക്കെ യോഗ്യരാക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.